നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള തൃശൂർ ലാലൂരിലെ സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. സ്പോർട്സ് കോംപ്ലക്സ് രാജ്യത്തിന് അഭിമാനമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂരിനെ ടൗൺ ഹാൾ സ്വന്തം. PP കൃഷ്ണൻ സ്മാരക നഗരസഭ ടൗൺ ഹാൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന തടവുകാരൻ. ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്ത്. വീണ്ടും തെരുവുനായ ആക്രമണം. വടക്കാഞ്ചേരി പുന്നമ്പറമ്പിൽ 6 പേർക്ക് കടിയേറ്റു. വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന് അഭിമാനമായി മാറുകയാണ് തൃശൂർ ലാലൂരിലെ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള ലാലൂർ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കൂടുതൽ സംഭാവന നൽകാൻ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. 9 വർഷക്കാലയളവിൽ കായിക മേഖലയിൽ 3400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കായിക താരങ്ങളുടെ നാമധേയത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിന് സർക്കാർ തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സർട്ടിഫിക്കേഷൻ, സ്പോർട്സ് എക്കണോമി, സ്പോർട്സ് ലീഗ്, കോളേജ് ലീഗ് തുടങ്ങിയവ സംഭാവന ചെയ്തു. ലോകോത്തര നിലവാരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയാൽ ഈ സ്റ്റേഡിയം രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻഡോർ സ്റ്റേഡിയമായി മാറുമെന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. 100 കോടിയുടെ ഏറ്റവും ബൃഹത്തായ ഒരു കോംപ്ലക്സാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, കായിക പരിശീലകരെ സംബന്ധിച്ചിടത്തോളം, കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഫെസിലിറ്റീസ്, ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് കായിക വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 369 ചെറുതും വലുതുമായിട്ടുള്ള കളിക്കളങ്ങളുടെ നിർമ്മാണം, സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം ഉണ്ടാവണമെന്നുള്ള നിർബന്ധം മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അക്വാറ്റിക് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജനും പവലിയൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും നിർവഹിച്ചു. ടെന്നീസ് കോർട്ടിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLAയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് P. ബാലചന്ദ്രൻ MLAയും ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ IM വിജയൻ കായിക മന്ത്രിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വേടൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കായിക പ്രതിഭകളെ മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ആദരിച്ചു. ലാലൂർ സമരഭടന്മാരെ AC മൊയ്തീൻ MLA ആദരിച്ചു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംസ്ഥാന കായിക വകുപ്പും സംയുക്തമായാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കായിക സമുച്ചയം യാഥാർത്ഥ്യമാക്കിയത്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള 14 ഏക്കർ സ്ഥലത്ത് കേരള സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത്. 1ാം ഘട്ടത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള കായിക സൗകര്യങ്ങളാണ് ലാലൂരിൽ ഒരുക്കിയിട്ടുള്ളത്. 5000 പേരെ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് മുഖ്യ ആകർഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയുടെ PP കൃഷ്ണൻ സ്മാരക ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്ന ശ്രീ PP കൃഷ്ണനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ നാം ഇത് ഷൊർണൂർ നഗരസഭയുടെ അഭിമാന നിമിഷം. ഫണ്ടിൻ്റെ പ്രശ്നം എല്ലാ കാലത്തും ഏത് പദ്ധതിക്കും വരും, സ്വാഭാവികമാണ്. എന്നാലും അങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാക്കപ്പെട്ട എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ ഇനിയും കുറച്ച് സംഖ്യ വേണ്ടി വരും. സെക്രട്ടറി അത് ഇവിടെ പറഞ്ഞു. ആ നിലയിൽ ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം 1 കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന്, ബഡ്ജറ്റിൽ നിന്നാണ്, സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് 1 കോടി രൂപ. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ വന്നു. വീണ്ടും നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ അതിനനുസരിച്ച് പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ പൊതുവായ രീതിയിൽ നമുക്ക് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അത്രയും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ 2 കോടി രൂപയും കൂടിയും ഇതിന് അനുവദിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ടും മറ്റു ഫണ്ടും ഉപയോഗിച്ച് അവരും നിർമ്മാണം
പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നവീകരിച്ച MCF പഠനകേന്ദ്രം ഷൊർണൂർ നഗരസഭാ സ്വച്ഛ് അംബാസഡറും സിനിമാ സംവിധായകനുമായ ലാൽ ജോസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, റെഡി കട്ട് ചെയ്യാം. കയ്യടിക്കില്ലേ? മുൻ നഗരസഭാ ചെയർമാൻ എം നാരായണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, പി ജിഷ, KM ലക്ഷ്മണൻ, കൗൺസിലർ TK ബഷീർ, CDS ചെയർപേഴ്സൺ VC സിന്ധു, CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിജയപ്രകാശ് ശങ്കർ, സുഭാഷ് P താഹിർ, റോട്ടറി ക്ലബ്ബ് പ്രതിനിധി കൃഷ്ണകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി CP ജയൻ, നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ GP ഷൈനി എന്നിവർ സംസാരിച്ചു. മെഗാ മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് ഇവന്റും അരങ്ങേറി. ഷൊർണൂരിൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു ടൗൺ ഹാൾ. PP കൃഷ്ണൻ മെമ്മോറിയൽ ടൗൺ ഹാൾ എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. 2010 ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോയിരുന്നു. ഇതിനുശേഷം ഇപ്പോഴുള്ള ഭരണസമിതിയാണ് ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കിയത്. നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് 60% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. P മമ്മിക്കുട്ടി MLAയുടെ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് അവസാനഘട്ട പണികൾ പൂർത്തീകരിച്ചത്. ശീതീകരിച്ച ഹാളാണ് ഒരുക്കിയിട്ടുള്ളത്. ശുചിമുറി, വിശാലമായ പാർക്കിംഗ്, 650 പേർക്ക് ഇരിക്കാവുന്ന ഹാൾ, ബാൽക്കണി എന്നിവ പുതിയ ടൗൺ ഹാളിലുണ്ട്. കുറഞ്ഞ വാടകയ്ക്ക് കല്യാണം, സംഘടനാ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് സൗകര്യമൊരുക്കും. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ചടങ്ങുകൾ നടത്താൻ സൗകര്യമൊരുക്കുക എന്നതും നഗരസഭയ്ക്ക് ഒരു വരുമാനവും എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു. ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്താണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ ബാലമുരുകന്റെ വേഷം. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്താണ് പ്രതി രക്ഷപ്പെട്ടത്. ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലം കഴിച്ച് നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കാറിൽ കയറി രക്ഷപ്പെട്ടതായും സംശയമുണ്ട്. പോലീസ് തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും ഉൾപ്പെടെ വ്യാപക പരിശോധന നടത്തി വരികയാണ്. 1 വർഷം മുമ്പും സമാന രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. അന്നും തമിഴ്നാട് പോലീസിൻ്റെ പക്കൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. തമിഴ്നാട് പോലീസിൻ്റെ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ഇയാളെ പിന്നീട് പിടികൂടുകയായിരുന്നു. അതേസമയം വിയ്യൂരിൽ നിന്ന് തടവുകാരൻ രക്ഷപ്പെട്ട സംഭവത്തിൽ കേരള പോലീസ് വ്യക്തത തേടുന്നുണ്ട്. തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിലാണ് വ്യക്തത തേടുന്നത്. തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ബാലമുരുകൻ്റെ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് നൽകിയ സമയമടക്കം പുനഃപരിശോധിക്കും. രക്ഷപ്പെട്ട രീതിയിലും പോലീസ് വ്യക്തത വരുത്താൻ നീക്കം തുടങ്ങി. ഇതിനിടെ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ വിയ്യൂർ പോലീസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നു. ബാലമുരുകന് ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങിട്ടില്ലെന്നാണ് മൊഴി. വിയ്യൂർ ജയിലിന് സമീപം എത്തിയപ്പോൾ വാഹനം നിർത്തിയത് മൂത്രമൊഴിക്കാനായിരുന്നു. കാറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് പുറത്തിറങ്ങിയത്.
ഇതിനിടയിൽ ബാലമുരുകൻ ജയിൽ വളപ്പിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. തെരഞ്ഞിട്ടും കിട്ടാതായതോടെയാണ് കേരള പോലീസിനെ വിവരമറിയിച്ചതെന്നും തമിഴ്നാട് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി പുന്നംപറമ്പ് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണം. 6 പേർക്ക് കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഒരു വീട്ടമ്മയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന വീട്ടമ്മയെ നായ ആക്രമിച്ചതിനെ തുടർന്ന് വാഹനത്തിൽ നിന്ന് വീണാണ് പരിക്കേറ്റത്. തെക്കുംകര പഞ്ചായത്തിൽ പുന്നംപറമ്പ് സെൻട്രലിൽ നിന്നുള്ള മണലിത്ര റോഡിൽ പ്രിയ കല്യാണമണ്ഡപ പരിസരത്ത് രാവിലെ 6 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കടിയേറ്റ മറ്റാളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആക്രമണം നടന്ന പ്രദേശത്തോട് ചേർന്ന് തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മച്ചാട് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തെരുവുനായ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം ദേശമംഗലം വറവട്ടൂരിലും സമാനമായ രീതിയിൽ തെരുവുനായയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര ബസ് സ്റ്റാൻഡിൽ വാഹന പാർക്കിങ്ങിന്റെ പേരിൽ പകൽ കൊള്ളയാണ് നടക്കുന്നതെന്ന് KBTA ചേലക്കര മേഖലാ സെക്രട്ടറി രതീഷ് മുതലച്ചിറ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്ത് നിശ്ചയിച്ച തുകയുടെ ഇരട്ടിയാണ് കരാറുകാർ വാങ്ങുന്നതെന്നും ചാർജ് ബോർഡ് വെക്കാതെയുമാണ് പിരിവ് നടത്തുന്നതെന്നും രതീഷ് മുതലച്ചിറ പറഞ്ഞു. പഞ്ചായത്ത് നിശ്ചയിച്ചതിലും അധികമായാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. പഞ്ചായത്ത് എഗ്രിമെന്റ് പ്രകാരമുള്ള തുകയുടെ ഇരട്ടിയാണ് പാർക്കിങ്ങിന് വാഹനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. പഞ്ചായത്ത് കെട്ടിടങ്ങളിൽ നിന്ന് സാധനം വാങ്ങാനെത്തുന്ന കാർ ഉടമകൾക്ക് 30 മിനിറ്റ് സൗജന്യം നൽകി തുടർന്ന് 1 മണിക്കൂറിന് 10 രൂപ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും 5 മിനിറ്റ് പാർക്ക് ചെയ്താൽ പോലും 20 രൂപയാണ് ഈടാക്കുന്നത്. 70 രൂപ നിശ്ചയിച്ച ട്രാവലറുകളിൽ നിന്നും ആംബുലൻസുകളിൽ നിന്ന് പോലും 300 രൂപ വരെ ഈടാക്കിയെന്നും ആരോപണമുണ്ട്. 24 മണിക്കൂറിന് 15 രൂപ നിശ്ചയിച്ച ബസ്സുകളുടെ സ്റ്റാൻഡ് ഫീസ് 50 രൂപയായി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായും രതീഷ് പറഞ്ഞു. പാർക്കിംഗ് ഏരിയ തിരിക്കാതെ കൃത്യമായ ചാർജ് ബോർഡ് പോലും സ്ഥാപിക്കാതെയാണ് പകൽ കൊള്ളയും ഭീഷണിയും നടത്തുന്നതെന്നും തന്റെ 7 ബസ്സുകൾക്കും പാർക്കിംഗ് ഫീസ് നൽകിയിട്ടും തന്റെ സർവീസിനെ അപകീർത്തിപ്പെടുത്താൻ ചില വ്യക്തികൾ നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്നും രതീഷ് മുതലംചിറ പറഞ്ഞു. ചേലക്കര പഞ്ചായത്തിൽ നിന്ന് എന്റെ പേരിൽ ഞാൻ ഇതേപോലെ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ടെന്ന് പരാതി കൊടുത്തു. സെക്രട്ടറി എനിക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് വന്നു. ഞാൻ ഹാജരായി, അവരും ഹാജരായി ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു, വിശ്വനാഥേട്ടൻ, വാസുദേവ മെമ്പർ, പിന്നെ വൈസ് പ്രസിഡന്റ് ഷരീരക്ക, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ തീരുമാനം പറഞ്ഞു, ചേലക്കര ബസ് സ്റ്റാൻഡ് ഫീസ് എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഫീസാണ്. വേറെ ബസ്സുകൾക്ക് വേറെ രേഖകളും വേറെ ഫീസുകളും ഒന്നും ഇതിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ലേലത്തിലും പറഞ്ഞിട്ടില്ല. ലേലത്തിന്റെ നിഘണ്ടുവിലുണ്ടാവില്ല. ഇത് അറിഞ്ഞിട്ടാണല്ലോ ലേലം വിളിച്ചെടുക്കുന്നത്. ഈ മാസം വരയ്ക്കുള്ള പൈസ ഒരുമിച്ച് വേണമെന്നുള്ളതാണ് ഇവർ വാശി. അതായത് ചേലക്കര ബസ് സ്റ്റാൻഡിൽ പൈസ വണ്ടി ഇട്ടതിന് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള പൈസ വേണം. അത് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ തീർത്ത് പറഞ്ഞു. ചേലക്കര പഞ്ചായത്ത് അതിന് അനുകൂലിച്ചില്ല. പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾക്ക് അത് പറയാനുള്ള അധികാരം ഇല്ല. കാരണം പഞ്ചായത്ത് മിനിസ്റ്റർ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ ലേലത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് കാരണം അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ആ അജണ്ട വെച്ചിട്ട് ഇതുണ്ടായിരുന്നു 28-ാം തീയതി. ഇതിനുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ കാറുകൊണ്ട് വന്നപ്പോൾ നീ ഞങ്ങളുടെ ഒന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് 10-15 ആൾ എന്നെ അടിച്ചിട്ട് പൈസ മേടിക്കാന്നാണ് വിചാരിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് തോന്നുന്നത്. അമ്മാതിരിയാണ് സീൻ ഉണ്ടാകുന്നത്. അത് വീഡിയോ ഞാൻ സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടിട്ടാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. CITU ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഷാനവാസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ പിക്കപ്പ് വാനിൽ കൂറ്റൻ ഫൈബർ വള്ളം അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തിരുനെൽവേലിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് വള്ളം കൊണ്ടുപോകുകയായിരുന്ന വാനാണ് പിടികൂടിയത്. തൃശൂർ ഹൈറോഡിൽ വച്ചാണ് സംഭവം. വിശദമായ പരിശോധനയിൽ വാഹനത്തിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലെന്ന് കണ്ടെത്തി. 27,500 രൂപ ഫൈൻ ചുമത്തിയിട്ടുണ്ട്. തിരുനെൽവേലി സ്വദേശി മാതന്റെ പേരിലാണ് വാഹനം. ബേപ്പൂർ സ്വദേശി തിരുനെൽവേലിയിൽ നിന്നും വാങ്ങിയ വള്ളമാണ് അപകടകരമായ രീതിയിൽ പിക്കപ്പ് വാനിൽ കൊണ്ടുപോയിരുന്നത്. വള്ളം ലോറിയിലേക്ക് മാറ്റി ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു. അപകടകരമായ രീതിയിൽ വാഹനം ആടിയുലഞ്ഞു പോകുന്നത് കണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജു വാഹനം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മൈനർ ഇറിഗേഷൻ വകുപ്പിന് കീഴിൽ 34 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തീകരിച്ച കോട്ടായി അയ്യങ്കുളം നാടിന് സമർപ്പിച്ചു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കേണ്ട കാര്യം GST വിഹിതം ഇതിന്റെ ഭാഗമായി കട്ട് ചെയ്യപ്പെടും. ഏതു വർക്കും അങ്ങനെയാണ്. അത് തടുക്കാൻ പറ്റില്ല. മനസ്സിലായി. 1 കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൽ 18% GST വീതം അവിടെയും പോകും. അതുപോലെ ഇവിടെയും 34 ലക്ഷം എന്ന് പറഞ്ഞാൽ GST വീതം പോയി. അങ്ങനെ പോയി ശേഷിക്കുന്ന പൈസ
എന്ന നിലയിലാണ് 23.73 ലക്ഷം രൂപക്ക് മുകുന്ദൻ എന്ന കരാറുകാരൻ എടുക്കുന്നത്. അദ്ദേഹം എടുക്കുകയും ഒരു വർഷത്തിനുള്ളിൽ 2025 ഈ വർഷം തന്നെ ഈ പണി പൂർത്തീകരിക്കുകയും സാധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ TR മഹേഷ് കുമാർ, രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ, S ഗീത, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി പ്രതീഷ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിളയോരം എന്ന പേരിൽ ടീ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴയ്ക്ക് സമീപം പഴയ ടോൾ ബൂത്തിനരികിലാണ് ടീ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് 4 ഫുഡ് കിയോസ്കുകൾ ഭാരതപ്പുഴയുടെ നിളയോരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരെണ്ണത്തിൻ്റെ ഉദ്ഘാടനമാണ്. 2 കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ കിയോസ്ക് ഇന്നിവിടെ ആരംഭം വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയിൽ നിളയോരം എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നടത്തുന്ന കുടുംബശ്രീയുമായി സഹകരിച്ച് നടത്തുന്ന ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ നഗരസഭ പ്ലാൻ ഫണ്ട് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി സബ്സിഡിയോടുകൂടി ഏതാണ്ട് 67% പണവും നഗരസഭയാണ് സബ്സിഡിയായിട്ട് ഇവർക്ക് നൽകുന്നത്. വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണ്. 3,30,000 രൂപ വകയിരുത്തിയാണ് സംരംഭം ആരംഭിച്ചത്. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്ന് 70% സബ്സിഡി സംരംഭകർക്കായി വകയിരുത്തിയിട്ടുണ്ട്. മെറ്റൽ ഇൻഡസ്ട്രീസിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് സഞ്ചരിക്കാൻ കഴിയുന്ന ടീ സ്പോട്ട്. 4 ഗ്രൂപ്പുകൾക്കാണ് നിളയോരം സംരംഭത്തിന് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യ സംരംഭമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇനി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ടീ സ്പോട്ടുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും. ചായ, കാപ്പി, സ്നാക്സ്, പാനിപൂരി, ബേൽപൂരി, മലബാർ ഐറ്റംസ് തുടങ്ങിയവയാണ് ടീ സ്പോട്ടിൽ ലഭ്യമാവുക. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, CDS ചെയർപേഴ്സൺ VC സിന്ധു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, കൗൺസിലർ T. ലത, ചലനം മെൻഡർ V. മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബശ്രീ അംഗങ്ങളായ ആബിദ, സിന്ധു എന്നിവരാണ് നിളയോരം സംരംഭകർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെയാണ് ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഹനം പുഴയിൽ മുങ്ങിത്താഴുന്നതും വാഹനത്തിലുണ്ടായിരുന്നവർ സഹായം അഭ്യർത്ഥിക്കുന്നതുമാണ് ദൃശ്യങ്ങൾ. ഇന്നലെയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയതായിരുന്നു വാഹനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും വാഹന ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഉച്ചയോടെ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനാണ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതിനുശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വെള്ളത്തിൽ മുങ്ങി. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന അരവിന്ദാക്ഷൻ വാഹനം തുറന്ന് ആദ്യം പുറത്തു വന്നു. പിന്നാലെ ബിന്ദുവും പുറത്തെത്തി. കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തി. വാഹനം പിന്നീട് പുറത്തെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല GVHSSൽ നടക്കുന്ന പറളി ഉപജില്ലാ കലോത്സവത്തിനുള്ള ഭക്ഷണത്തിന്റെ പാൽക്കാച്ചൽ കർമ്മം നടന്നു. പാൽക്കാച്ചൽ കർമ്മം ഡോക്ടർ സദനം ഹരികുമാർ നിർവഹിച്ചു.
ഇപ്പോഴത്തെ നിലവിലുള്ള വിദ്യാഭ്യാസ കൂടിയാണ്. അപ്പോൾ ഹരിയാനയിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറുമായിട്ട് ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തീർപ്പൊന്നും ഇതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും രാജീവ് മാഷും സുരേഷൊക്കെ പാടെ ഇവിടേക്ക് വന്ന് ഇവിടെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് മുഖ്യാതിഥിയായി. വിഇഒ ബിന്ദു പുഴയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സുരേന്ദ്രൻ, BPC അജിത്, പ്രോഗ്രാം കൺവീനർ റീന, മനോജ് മാസ്റ്റർ, MD പ്രകാശ്, വി രാജീവ്, പി പ്രമോദ് ചന്ദ്രൻ, KA അബ്ദുറബ്, TU മുരളീകൃഷ്ണൻ, HM അനിത, പ്രിൻസിപ്പാൾ കർപ്പകം, K ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. ഭക്ഷണ കമ്മിറ്റി കൺവീനർ K സുരേഷ് സ്വാഗതവും KN സജിൻ നന്ദിയും പറഞ്ഞു. KPSTAക്കാണ് ഭക്ഷണ ചുമതല. ഏകദേശം 6200 പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ഷൊർണൂർ നഗരസഭാ കേരളോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ കവളപ്പാറ കാരക്കാട് കരുണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളെ അനുമോദിച്ചു. മുൻ കൗൺസിലർ ആനന്ദ് വി നായർ ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ചടങ്ങിൽ സമ്മാനം നൽകി. 11ാം വാർഡ് കൗൺസിലർ T സീന അധ്യക്ഷയായിരുന്നു. 10ാം വാർഡ് കൗൺസിലർ സൗമ്യ, പൊതുപ്രവർത്തകൻ റസാഖ്, കരുണ ക്ലബ്ബ് പ്രസിഡന്റ് സുധീഷ്, സെക്രട്ടറി ദേവേഷ് രാജ്, ഖജാൻജി കൃപേഷ്, ക്ലബ്ബിലെ മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള തൃശൂർ ലാലൂരിലെ സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. സ്പോർട്സ് കോംപ്ലക്സ് രാജ്യത്തിന് അഭിമാനമെന്ന കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂരിനെ ടൗൺ ഹാൾ സ്വന്തം. PP കൃഷ്ണൻ സ്മാരക നഗരസഭ ടൗൺ ഹാൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന തടവുകാരൻ. ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്ത്. വീണ്ടും തെരുവുനായ ആക്രമണം. വടക്കാഞ്ചേരി പുന്നമ്പറമ്പിൽ 6 പേർക്ക് കടിയേറ്റു. വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.